ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം കാണാനായിട്ട് നമുക്ക് ട്രെയിനിൽ പോയാലോ? ട്രെയിൻ മാർഗം തന്നെ പോയി ട്രെയിൻ മാർഗം തന്നെ തിരികെ എങ്ങനെ ചിലവ് ചുരുക്കിക്കൊണ്ട് വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് സഹായിക്കണേ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം. ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു മെമു ട്രെയിൻ ഉണ്ട്. നിങ്ങൾ ആ കാണുന്ന മെമു ട്രെയിനാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നത്. ഇത് ട്രെയിൻ നമ്പർ 66306 കൊല്ലം കന്യാകുമാരി മെമു ആണ്. ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ചയില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. 11:35 കൊല്ലത്ത് നിന്ന് രാവിലെ ആരംഭിക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു 1:40 നെയ്യാറ്റിൻകരയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. കൊല്ലത്തുനിന്ന് നെയ്യാറ്റിൻകര വരെ ദൂരം വരുന്നത് 85 കിലോമീറ്റർ ആണ്. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് 25 രൂപയാണ്. നല്ലൊരു മെമു ട്രെയിനാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. തിരുവനന്തപുരം സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട് നമുക്ക് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. നമ്മൾ എത്തിയത് ഒരു ഉച്ചയ്ക്ക് സമയം 1:40 ആയപ്പോഴാണ് നെയ്യാറ്റിൻകരയിൽ എത്തിയത്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്ന് എനിക്ക് ആഹാരം കഴിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുവന്നായിരുന്നു. അതേ സമയം നിങ്ങൾ കണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. 1:36 ആയപ്പോഴത്തേക്കും നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഓവർ ബ്രിഡ്ജ് കയറി നടന്ന് അപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ പോയി നമുക്ക് ആഹാരം കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഊണ് കഴിക്കാനായിട്ട് ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 1 നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വാഴയിൽ പൊതിഞ്ഞ് ചോറൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഉച്ചയ്ക്ക് എത്തുന്ന ഒരു സമയത്തൊക്കെയാണ് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. വെറുതെ പുറത്തുനിന്ന് മേടിച്ച് കളഞ്ഞ് നമുക്ക് പൈസയും കളയണ്ട. അതുമാത്രമല്ല ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള യാത്രയാണല്ലോ. പിന്നെ വീട്ടിലെ ഫുഡും കൂടെ ആയതുകൊണ്ട് വയറിനും മനസ്സിനും ഒരുപോലെ സമാധാനം ഉണ്ടാവും. ചോറും മോരും ചീനിയും ചമ്മന്തിയും പിന്നെ ഒരു വിഴുക്കുരട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞു. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇരിക്കുന്നത്. ഇതേ പുറത്തേക്കുള്ള വഴിയുണ്ട്, എക്സിറ്റ്. ഇതിലെ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങാമെങ്കിലും നമ്മൾ ആ വഴി പോകുന്നില്ല. നമ്മൾ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 1 നേരെ അറ്റത്ത് കാണുന്ന നെയിം ബോർഡൊക്കെ കണ്ടോ, നെയ്യാറ്റിൻകരയുടെ ആ ഒരു വഴിയിലോട്ട് നടന്ന് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് അകത്തോട്ടൊരു വഴി കണ്ടോ നിങ്ങൾ, ഈ വഴി ഇറങ്ങി പുറത്തോട്ടങ്ങ് ഇറങ്ങുവാണ്. റെയിൽവേ സ്റ്റേഷന്റെ ആദ്യത്തെ എക്സിറ്റ് വഴി ഇറങ്ങിയാൽ നിങ്ങൾ കുറച്ച് നടന്നു വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്താണ് എത്തുന്നത്. പിന്നെ ഞാൻ എളുപ്പത്തിൽ നടന്നെങ്കിൽ വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തൂടെ ഇറങ്ങാം. ഇപ്പൊ ഞാൻ ഈ വന്ന കണക്ക് ഈ ഒരു വഴി പുറത്തൂടെ ഇറങ്ങാം. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. അപ്പോൾ അതേ പുറത്തോട്ട് നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ബസ് കയറാനായിട്ട് ഹോസ്പിറ്റൽ ജംഗ്ഷനിലോട്ട് പോകണം. ഒരു 5 മിനിറ്റ് നടത്തയുണ്ട്. ഓട്ടോയ്ക്കാണെങ്കിൽ 30 രൂപ ചാർജ്. എന്തിനാണെന്നറിയോ നമ്മൾ ഹോസ്പിറ്റൽ ജംഗ്ഷനിലോട്ട് പോകുന്നത്? അവിടെ നിന്നാണ് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് കിട്ടുന്നത്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡ് വരെ നിങ്ങൾക്ക് പോകാനാണെങ്കിൽ ഓട്ടോ ചാർജ് വരുന്നത് 50 രൂപയാണ്. അതല്ല നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയാണ് വരേണ്ടതെങ്കിൽ 30 രൂപ. അതിന്റെ കാര്യമില്ല. നടന്നെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഹോസ്പിറ്റൽ ജംഗ്ഷന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ, ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകര. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ടെമ്പോ, ജീപ്പ്, ബസ് കിട്ടുന്നതാണ് നമുക്ക്. നമ്മൾ വന്ന് നിന്നുടനെ തന്നെ നമുക്കൊരു ജീപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ജീപ്പാണെങ്കിലും ബസ്സാണെങ്കിലും ടെമ്പോ ആണെങ്കിലും ഇവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് പോകാൻ 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ മേടിക്കുന്നത്. നടക്കാനായിട്ട് നിൽക്കണ്ട, നിങ്ങൾ ഇതേണക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. വയറൊക്കെ നിറഞ്ഞു, ആഹാരമൊക്കെ കഴിച്ചു. നിങ്ങളതെല്ലാം കണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം എങ്ങനെ നമ്മൾ വന്നേന്ന്. ഇനി നമ്മൾ KSRTC ബസ് സ്റ്റാൻഡ് നെയ്യാറ്റിൻകരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പൂഴിക്കുന്ന് പോകുന്ന ബസ്സിലേക്ക് കയറണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അവിടെ കിടക്കുന്നതെന്ന്. ഇപ്പം പ്ലാറ്റ്ഫോം 4 അടുത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കിടക്കുന്ന ഓർഡിനറി ബസ് കണ്ടോ, പൂഴിക്കുന്ന്, പ്ലാത്താങ്കര പള്ളി പൂഴിക്കുന്ന്. ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ തന്നെ ഇറങ്ങാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് നമുക്കൊരു 20 മിനിറ്റ് യാത്ര കാണും. ഒരു 6.7 കിലോമീറ്റർ കേട്ടോ. ബസ് ചാർജ് വരുന്നത് 18 രൂപയാണ് ഒരാൾക്ക്. ഓർഡിനറി ബസ് ആയതുകൊണ്ടാണ്. സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ 20-22 ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കറക്റ്റ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് തന്നെ ബസ് കൊണ്ട് നിർത്തിയേക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നമ്മളിവിടെ എത്തിയ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 3:30 ആവുന്നതേ ഉള്ളൂ കേട്ടോ. ക്ഷേത്രം തുറന്ന് കാണത്തില്ല. പക്ഷെ ഈ പറയുന്ന ശിവലിംഗം നമുക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കാണാം. അതിന്റെ സമയം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു വിശദമായ വിവരങ്ങൾ തന്നെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാനായി ഇവിടെ വന്നത്. അതാ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് കയറി വന്നേ. ഇത് മെമുവിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലവ് ചുരുക്കി വരാമല്ലോ. അതുകൊണ്ടാണ്
ഈ ഒരു സമയത്തിന് കയറിയെങ്കിൽ വന്നത്. എന്നാലും നിങ്ങൾക്ക് വൈകിട്ട് ഞാൻ വന്ന ഈ ട്രെയിനിൽ കയറി വന്നാലും വൈകിട്ട് ദർശനവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ക്ഷേത്ര ദർശന സമയവും പിന്നെ നമുക്ക് ഈ ശിവലിംഗത്തിന്റെ അകത്തായിട്ട് തന്നെ കൈലാസവും ദേവലോകവും വൈകുണ്ഠവും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഇപ്പോൾ റോഡാണെങ്കിലും ഇവിടെ തൊട്ടടുത്തായിട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഓഫ് സീസൺ ആണ്, സീസൺ ടൈം അല്ല. ശിവരാത്രി സമയം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനും പിന്നെ ചായയൊക്കെ കുടിക്കാനായിട്ടൊക്കെ നമുക്ക് ഇവിടെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ക്ഷേത്രത്തിന്റെ ആ ഒരു ഉൾഭാഗത്തേക്ക് കയറാം. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ക്ലോക്ക് റൂം കാര്യങ്ങളുണ്ട്. നമ്മുടെ ചപ്പല്, ഷൂസ് ഇതെല്ലാം അവർ കീപ്പ് ചെയ്യുന്നതാണ്. 15 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിന്റെ എൻട്രൻസിലോട്ട് പോകാനായിട്ട് പോകുന്നത്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ വലതുഭാഗത്തായിട്ടാണ് ശിവലിംഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണത്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ നന്ദി ഭഗവാൻ ഇരിപ്പുണ്ട്. ക്ഷേത്രം ഇപ്പോൾ തുറന്നിട്ടില്ല. ഇനി നമുക്ക് ദർശന സമയങ്ങളതൊന്നും അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ശിവലിംഗത്തിന്റെ സമയമാണ്. രാവിലെ 6:30 തൊട്ട് രാത്രി 8 മണി വരെ അതുണ്ട് കേട്ടോ. ഇവിടെ ഒരു ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ 6:30 തൊട്ട് വൈകുന്നേരം 8 മണിക്കുള്ളിൽ നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ശിവലിംഗം കാണാനായിട്ട് സാധിക്കും. പിന്നെ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് അതിൻ്റെതായ സമയമുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ ഈ ഗോപുരത്തിന്റെ ചുറ്റുപാടുമുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആയിട്ട് നിൽക്കുന്ന 2 ആനയുടെ പ്രതിമ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി ഭഗവാൻ ഇവിടെ ഉണ്ട്. ഇതുകൊണ്ട് ക്ഷേത്ര ദർശന സമയം മേളിൽ എഴുതി കാണിക്കുന്നുണ്ടോ. രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെ. മനസ്സിലായല്ലേ? ഇതാണ് ക്ഷേത്ര ദർശനവും മറ്റേ ശിവലിംഗത്തിൻ്റെയും ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ആ ശിവലിംഗത്തിനകത്ത് കൈലാസം പണിഞ്ഞു വെച്ചിട്ടുണ്ട്, ദേവലോകം പണിഞ്ഞു വെച്ചിട്ടുണ്ട്, വൈകുണ്ഠം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് എൻട്രൻസ് ഫീ 200 രൂപയാണ് കേട്ടോ. അതിനകത്ത് കാണേണ്ട കാഴ്ചയാണ്. അടിപൊളിയാണ് കേട്ടോ. കൈലാസമൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അടിപൊളിയാണ്. നമ്മൾ പിന്നൊരിക്കലും ഇവിടെ സ്റ്റേ ഒക്കെ അടിക്കാനായിട്ട് വരും കേട്ടോ. ഒരു ദിവസം മുഴുവൻ നിന്ന് സ്റ്റേ, അതിൻ്റെ ഒരു വ്ലോഗ് നിങ്ങൾക്ക് പിന്നെ എപ്പോഴേലും പ്രതീക്ഷിക്കാം. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടില്ലേ, ആ വലതു ഭാഗത്ത് കാണുന്നത് ശിവലിംഗവും ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ അടുത്തായിട്ട് തന്നെ നമുക്ക് റൂം എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. രാത്രിയിലെ കാഴ്ചകളൊക്കെ ആ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇവിടെ താമസിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രാത്രിയിലത്തെ ഒരു കാഴ്ച, ശിവലിംഗമൊക്കെ എങ്ങനെയാണ് കാണാൻ, പിന്നെ രാത്രിയിലത്തെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു വ്ലോഗിൽ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം കാണുമല്ലോ ഇവിടെ എത്തിപ്പെടാൻ. അതായത് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഉള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളതാണ്, എങ്ങനെ എത്തിച്ചേരാമെന്ന്. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇതേ അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ശിവഭഗവാനും മടിയിൽ നമ്മളെ ഗണപതി ഭഗവാനും ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്, ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിന് മുൻപ്. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവഭഗവാനും പാർവതി ഭഗവതിയുമാണ് കേട്ടോ. ഉപദേവതകളായി ഗണപതി ഭഗവാനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, അയ്യപ്പനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, നാഗദൈവങ്ങളും ഉണ്ട് ഇവിടെ പ്രതിഷ്ഠകളായിട്ട്. ഇത് നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഉണ്ണിയപ്പം കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ അരവണ മോഡൽ നമ്മുടെ ഇവിടുത്തെ ശബരിമലയിൽ അരവണ കണക്ക് ഇവിടെ ഒരു പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വഴിപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സഹോദരൻ ഇരിപ്പുണ്ട് കേട്ടോ. ആ സഹോദരൻ്റെ അടുത്തായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് നോക്കാം. സഹോദരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞത് ഇവിടെ 700 രൂപയ്ക്ക് റൂം കിട്ടുമെന്നാണ്. ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ്. ഞാനത് കാണിച്ചു തരാം, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 700 രൂപയാണ് റൂം ചാർജ് വരുന്നത് ഒരു ഡേക്ക്. അതായത് 24 അവേഴ്സിന് 4 പേരാണ് മാക്സിമം. അത് കുഴപ്പമില്ല കേട്ടോ. തിരക്കുള്ള സമയത്തൊക്കെ ചിലപ്പോൾ കൂടാനും 1000, 800, 900, 1000 ഒക്കെ ആവാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ഒരു ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. അതിന് പക്ഷേ നമ്മൾ അതിനകത്ത് കയറണം. അതിന് കയറുന്നതിന് 200 രൂപ. അതിൻ്റെ തൊട്ടടുത്തത് ഇവിടെയാണ് നമുക്ക് താമസ സൗകര്യം. കണ്ടില്ലേ, 700 രൂപയ്ക്ക് റൂം നമുക്ക് ഇവിടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഭാവിയിൽ നമ്മളിവിടെ സ്റ്റേ അടിക്കാൻ വരുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും റൂം എടുക്കുന്നത്. അവിടെ ആയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ വളരെ അടുത്തല്ലേ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. അതും ശിവലിംഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ. ബ്രഹ്മാണ്ഡം തന്നെയല്ലേ, ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ ആ 200 രൂപയുടെ എൻട്രൻസിനോട് കയറി വരുമ്പോഴാണ്. അതാണ്ട് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്.
അതായത് കൗണ്ടറിലേക്ക് പോകേണ്ടത് 200 രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരാൾക്കാണ് കേട്ടോ 200 രൂപ ഇതെല്ലാം കയറി കാണുന്നതിന്. വർത്തായിരിക്കും, നല്ലതാണ്. പിന്നെ സ്വയം പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ശിവന് വിഗ്രഹ പ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങൾ എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഫോട്ടോസ് നിങ്ങൾ കണ്ടോ, ഇവിടെ ഉള്ളവരെടുക്കുന്നത്. ഇതിനകത്ത് ആദ്യം കാണിച്ച ശിവലിംഗത്തിൽ ആ ഹനുമാൻ ഇല്ലായിരുന്നു, പിന്നീടാണ് അത് പണിഞ്ഞത് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതേ ഇവിടെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൈബാണ് ഇവിടെ. വൈകുന്നേര സമയമൊക്കെ ആയി വരുവാണല്ലോ, നല്ല രസമുണ്ട്. വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള പ്ലേസ്. വളരെ തിരക്കൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിലും ദേവാലയങ്ങളൊക്കെ പൊതുവെ വളരെ കാമാൻ കോയറ്റാണല്ലോ, പ്രത്യേകിച്ച് ശിവഭഗവാന്റെ സന്നിധി. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. അതായത് നമ്മുടെ ഓരോ നാളുകാർക്കും ഇന്ന ഗണപതി ആണല്ലോ. ഇപ്പം മകം, മൂലം, അങ്ങനെ പൂരം, പൂരാടം, അങ്ങനെ കുറേയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗണപതിയാണ് പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ ഐതിഹ്യം. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇവിടെ 32 ഗണപതി രൂപങ്ങളുള്ള പ്രതിഷ്ഠയുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണറുണ്ട്. 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങിയ വേറെയും ആകർഷണങ്ങൾ ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. പിന്നെ നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം, മണ്ഡലക്കാലം, വിഷു തുടങ്ങിയവ പ്രധാന ആഘോഷങ്ങളാണ് ഇവിടെ. ഇനി എന്തെങ്കിലും കാര്യം ഞാൻ പറയാനായിട്ട് മിസ് ചെയ്തിട്ടുണ്ടോ? അതായത് ചിലവ് ചുരുക്കി നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നെയ്യാറ്റിൻകര. നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ, നിങ്ങൾ നെയ്യാറ്റിൻകര വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോവാം. ഇനി നിങ്ങൾ തിരുവനന്തപുരം സെൻട്രലാണ്. അപ്പോൾ ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റോപ്പ് ഉണ്ടാവണമെന്നില്ല ട്രെയിനിൽ. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം നിങ്ങൾക്ക് യാത്രയുണ്ട് നെയ്യാറ്റിൻകര വരെ കേട്ടോ. അതായത് ഈ ഒരു ക്ഷേത്രം വരെ 38 രൂപയാണ് ഓർഡിനറി ബസ്സിന് ചാർജ് ആക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ ഇവിടം വരെ, അതായത് നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഈ ഒരു ക്ഷേത്രം വരെ വരുന്ന ചാർജും 38 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം തിരിച്ച് നമ്മൾ KSRTC തമ്പാനൂർ ഇവിടെ നിന്നാണ് പോയത് കേട്ടോ. 1 മണിക്കൂറിന് മേലെ എടുത്ത്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ ആവാം, 1 മണിക്കൂറിന് മേലെ എന്തായാലും ആവും. അതല്ല നിങ്ങൾക്ക് നെയ്യാറ്റിൻകര വരെ വന്ന് ഇറങ്ങാനാണ് പറ്റുന്നതെങ്കിൽ അത് അത്രയും നല്ലത്. ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഇതാണ്. പിന്നെ ഇവിടെ ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളുണ്ട്. ഇതാണ് നമുക്ക് താമസിക്കാനുള്ള ആ ഒരു പ്രോപ്പർട്ടി. ഇത് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. പിന്നെ വിശേഷ വഴിപാടുകൾ ഇത് കണ്ട ആ രണ്ടാമതിലേക്ക് ഉണ്ടോ, സർവ്വവിഘ്ന നിവാരണത്തിനും 32 ഗണപതിക്ക്. അതൊക്കെ കണ്ടില്ലേ നിങ്ങൾ. അപ്പം അങ്ങനെ ഇൻ കേസ് നിങ്ങൾക്ക് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് തലസ്ഥാനത്ത് ഇറങ്ങിയാൽ, അതായത് തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങിയാൽ തമ്പാനൂരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബസ് കിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് കേട്ടോ. ഇച്ചിരി ലോങ് ബസ്സിൽ ഇരിക്കണമെന്നേ ഉള്ളൂ, ഒരു മണിക്കൂറിന് മുകളിൽ. അതല്ല നെയ്യാറ്റിൻകര വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ എളുപ്പമാണ്. അവിടുന്ന് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, പുറത്തോട്ട് ഇറങ്ങുക, അവിടെ മറ്റേ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെ നടക്കുക 5 മിനിറ്റ്, അവിടുന്ന് ഒരു 10 രൂപ കൊടുത്ത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക, അവിടുന്ന് നേരെ പൂഴിക്കുന്ന് പോകുന്ന ബസ്സിലേക്ക് കയറുക, അങ്ങോട്ട് ഇരിക്കുക, ഒരു 20-25 മിനിറ്റ് ദേ ക്ഷേത്രത്തിലേക്ക് എത്തി. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പോയി വരാൻ സാധിക്കാൻ പറ്റുന്ന കാണേണ്ട ഒരു കാഴ്ച കൂടെയാണ് കേട്ടോ ശിവഭഗവാന്റെ ഈ അത്ഭുത കാഴ്ച നിങ്ങൾ കാണേണ്ടതാണ്. ഈ ശിവലിംഗത്തിന്റെ ഒരിക്കലെങ്കിലും മിസ്സാക്കി കളയരുത് കേട്ടോ. ദേ ഇവിടെ ഒരു മൊബൈൽ ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ATM ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം തിരിച്ച്. ഫ്രണ്ട്സ്, അങ്ങനെ എനിക്ക് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തമ്പാനൂർ വരെ ബസ് കിട്ടി. 38 രൂപയായിരുന്നു ബസ് ചാർജ്. എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എൻ്റെ വീട് കൊല്ലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അതുപോലെ ട്രെയിൻ മാർഗം ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.